രാഷ്ട്രീയ കളരിയിൽ ഗുജറാത്തിൽ ഹരിശ്രീ കുറിച്ച് തുടങ്ങിയ മോദി ഗുജറാത്ത് കലാപത്തിൽ ഇന്ത്യയുടെ തിരുനെറ്റിയിൽ മനുഷ്യരക്തം കൊണ്ട് വർഗീയ സിന്ദൂരം ചാർത്തി നെറികെട്ട വർഗീയ രാഷ്ട്രീയം വിധിച്ച് അധികാരത്തിലേറിയ കാലം മുതൽ മോദിയെ ഇന്ത്യൻ ജനത പഠിക്കുകയായിരുന്നു. രാജ്യത്തെ അപ്പാടെ വിഴുങ്ങുന്ന ബെഗന്റെ വിശപ്പുമായി താണ്ഡവമാടുന്നത് നമ്മൾ കണ്ടു. പിന്നെ നെറികെട്ട വഴിയിലൂടെ രാജ്യത്തെ ശിഥിലീകരിച്ച് പരമോന്നതമായ ഇന്ത്യൻ ചരിത്രത്തെ ചവിട്ടി അരച്ച് ഉദാത്തമായ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ഇടിച്ചു നിരത്തി കോടിക്കണക്കിന് ജനത്തിന്റെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ് വോട്ടും റേഷനുമടക്കം പിടിച്ചു പറിച്ച് രാജ്യത്തെ നാശത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മോദിക്കിനി കഷ്ടകാലമാണ്. അത് സ്വന്തം നാടായ ഗുജറാത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. മോദി ചവിട്ടി വളർന്ന ഗുജറാത്തിൽ അന്ന് മോദി ചവിട്ടിക്കൂട്ടിയ മനുഷ്യ കബന്ധങ്ങളുടെ ശാപങ്ങൾ, തളം കെട്ടിയ ചോരച്ചാലുകളിലെ ചൂടും ചൂരും ഇന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അത് മോദിയുടെ നേരെ കയറക്കുന്ന കാഴ്ച നമ്മൾ ഉടൻ കാണും. അവിടെ തൻ്റെ ഗുജറാത്തിൽ രാഷ്ട്രീയക്കാറ്റ് മാറി വീശുന്നത് കണ്ട മോദിയും തികഞ്ഞ അങ്കലാപ്പിലാണ് ഇപ്പോൾ. രാജ്യത്ത് BJPയുടെ വളർച്ച ഗുജറാത്തിൽ നിന്ന് എന്ന് പ്രചരിപ്പിക്കുന്ന മോദി ഭക്തരുടെയും മോദി മീഡിയയുടെയും ചെകിട്ട് തേൽക്കുന്ന പ്രഹരമാണ് BJP അംഗത്വം വലിച്ചെറിഞ്ഞ് കൂട്ടത്തോടെ BJP പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ഗുജറാത്തിൽ കുതിക്കുന്നത്. ഗുജറാത്തിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയ BJPയുടെ നിലപാടുകൾ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2014 ഗുജറാത്ത് മോഡൽ വികസനമെന്ന് കൊട്ടിഘോഷിച്ച് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയപ്പോഴും അന്ന് മുതൽ ഇന്നും കൊടും പട്ടിണിയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഗുജറാത്തിൽ ഉണ്ട് എന്ന നഗ്നമായ സത്യം മറച്ചുവെക്കാൻ കഴിയില്ല. IT സെല്ലുകൾ വഴി വിദേശങ്ങളിലെ വികസനം പോലും ഗുജറാത്തിലെ വികസനമായി ഉയർത്തിക്കാട്ടി മേനി നടിച്ച BJPക്ക് മുന്നിൽ ഉയരുന്ന ഗുജറാത്തിലെ പട്ടിണി പാവങ്ങളുടെ നിലവിളി മോദിയെ നോക്കി കൊഞ്ചനം കുത്തുകയാണ്. വികസനത്തിന് തിളക്കമുയർത്തിയ BJPയുടെ പാലങ്ങളും റോഡുകളും തകർന്നു വീഴുന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ രാജ്യം മോദിയെ ചോദ്യമുനയിൽ നിർത്തുകയാണ്. അന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയും പിന്നീട് വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും വന്നപ്പോൾ ചേരികൾ വലിയ സ്വാഗത മോദി ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് മറച്ച് രാജ്യത്ത് നിന്ന് ദാരിദ്ര്യം മാറ്റിയ അതേ ഗുജറാത്തിൽ നിന്നാണ് BJPക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഗുജറാത്ത് രാഷ്ട്രീയത്തെ റിമോട്ട് ചെയ്യുന്ന ജി കമ്പനിയുടെ നീരാളിപ്പിടുത്തത്തിനെതിരെ BJPയിൽ തന്നെ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ RSSും ജി കമ്പനിയെ മൂക്കുകയറിടാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞു. പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം തകർത്ത് സ്വേച്ഛാധിപത്യ പ്രവണത കൊണ്ടുവന്ന അമിത് മോദി കമ്പനിയായ ജി കമ്പനിക്കെതിരെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരിൽ പോലും എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു. ചോദ്യം ചെയ്യാനോ അഭിപ്രായം ഉയർത്താനോ അനുവാദമില്ലാതെ അടക്കി ഭരിക്കുന്ന നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയിൽ ഒരു വലിയ മോദി വിഭാഗം ശക്തി പ്രാപിക്കുകയാണ്. സംഘടനയ്ക്കുള്ളിൽ ജനാധിപത്യപരമായ പ്രക്രിയ നടക്കുന്നില്ല. സംഘടനാ തിരഞ്ഞെടുപ്പ് പോലും ഏകാധിപത്യ പ്രവണതയോടെയാണ് നടക്കുന്നത് എന്നും ഘടകകക്ഷികളെ പോലും അവഗണനയോടെയാണ് കണക്കാക്കുന്നത് എന്നുമുള്ള ആക്ഷേപം ശക്തമാവുകയാണ്. അടുത്തിടെ നടന്ന ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പോലും വെറും പ്രഹസനം മാത്രമായിരുന്നു എന്നാണ് ഉയർന്നു വരുന്ന പരാതികൾ. കോൺഗ്രസിനെ കുടുംബാധിപത്യ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്ന BJPയിൽ പക്ഷേ അടിച്ചമർത്തൽ നയമാണ് എന്നാണ് പ്രവർത്തകരുടെ തന്നെ ആക്ഷേപം. നിതിൻ നവീനെ പോലെയുള്ള ഇന്നലെ പൊട്ടിമുളച്ചവരെ പാർട്ടി ഉയർന്ന സ്ഥാനങ്ങൾ നൽകി പ്രതിഷ്ഠിക്കുമ്പോൾ പാർട്ടിയിൽ വർഷങ്ങളായി അഹോരാത്രം പ്രവർത്തിച്ച പാർട്ടിയെ പടുത്തുയർത്തിയവരെ തഴയുന്നതും പ്രവർത്തകരിലും ഒരു കൂട്ടം നേതാക്കളിലും അമർഷം പതയുന്നുണ്ട്. ആന്ധ്രയിലും ബീഹാറിലുമടക്കം സഖ്യകക്ഷികളുടെ മക്കൾ ഭരണത്തിൽ കയറുമ്പോൾ അവിടങ്ങളിൽ പരമ്പരാഗതമായി പാർട്ടിയോടൊപ്പം അധിവസിച്ചവരെ തഴയുമ്പോൾ അതിന് BJP ജി കമ്പനിയുടെ തിട്ടൂരത്തിൽ മിണ്ടാട്ടമുട്ടുന്ന അവസ്ഥയും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് BJPയിൽ തന്നെ ഉയരുന്ന കടുത്ത വിമർശനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജി കമ്പനിയോട് RSSനുള്ള കടുത്ത ആമർശമാണ് നരേന്ദ്രമോദിയുടെ ബദ്ധശത്രുവായ സഞ്ജയ് ജോഷിയെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ജി കമ്പനി നഖശിഖാന്തം എതിർത്തത്. തങ്ങളെ എതിർക്കുന്ന സ്വന്തം പാർട്ടിക്കാരായ നേതാക്കളെ പോലും ED CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വരുതിയിൽ നിർത്താൻ പോകുന്നത് പക്ഷേ ഗുജറാത്തിൽ വിലപ്പോകില്ല എന്ന അവസ്ഥയെത്തി. ഗുജറാത്തിൽ മാത്രമല്ല, യോഗിയുടെ ഉത്തർപ്രദേശിലും മോദി അമിത് അരി വേവാത്ത അവസ്ഥയായി. ഉത്തർപ്രദേശ് പോലുള്ള ഒരു വലിയ സംസ്ഥാനത്ത് യോഗിയുടെ വളർച്ച നാളെ തങ്ങൾക്ക് ഭീഷണിയാവുമെന്നത് കേന്ദ്രത്തിലെ മോദി അമിത് കമ്പനിക്ക് നന്നായി അറിയാം. യോഗിയുടെ ഈ വളർച്ച അത്രയ്ക്കങ്ങ് രസിക്കുന്നുമില്ല ഇരുവർക്കും. ഡൽഹിയിൽ നിന്ന് റിമോട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഏക BJP ഭരണ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു ഉത്തർപ്രദേശ്. പുകയുന്ന BJP പാളയത്തിലെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടും. അതിൻ്റെ ലാഭം മോദിയുടെ അധികാര പാളയങ്ങളെ വിഴുകും. ഡൽഹിയിൽ അധികാരത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിലെ മുടിച്ചൂടാൻ മന്നൻ എന്ന് സ്വയം അവരോധിച്ച മോദി അധികാര സപ്രപഞ്ചത്തിൽ നിന്നും നിഷ്കാസിനാവും. ഏതായാലും മോദിയുടെ പ്രഭാവം മങ്ങിത്തുടങ്ങി. ഇനി മോദിയെ തുണയ്ക്കാൻ RSS ഇല്ല എന്നതും രാഷ്ട്രീയ ഗതിമാറ്റത്തിൻ്റെ വഴി തെളിയിക്കുകയാണ്. ഗുജറാത്തിൽ നിന്നും പാളയത്തിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ മോദി ഇനി വെറുതെ ഇരിക്കുമെന്ന് കരുതാനാവില്ല.
ഇപ്പോൾ തന്നെ രാജ്യത്തെ ജനാധിപത്യത്തെ തകർത്ത മോദി അധികാരം നിലനിർത്താൻ ഏത് നെറികേടും കാണിക്കും. ഒരുപക്ഷേ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ സംജാതമാക്കിക്കൊണ്ട് മോദി രാജ്യത്തെ തൻ്റെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാൻ മുതിരും. പക്ഷേ മോദിയുടെ ആ മോഹം മാത്രം ഇന്ത്യ രാജ്യത്ത് നടക്കില്ല. അതിന് ശക്തനായ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം അതിന് അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ മോദിക്ക് പിടി വീഴുമെന്ന അവസ്ഥയിൽ കോടതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. നിയമവും ഭരണഘടനയും പ്രതിപക്ഷവും സ്വന്തം പാർട്ടിയും ജനവും ഒറ്റക്കെട്ടായി മോദിയെ കൂച്ചുവിലങ്ങിടാൻ ഇറങ്ങിക്കഴിഞ്ഞു. മോദി എന്നല്ല, ഏത് കൊടികുത്തിയ സ്വേച്ഛാധിപതിക്കും അവസാനം ജയിലെന്ന യാഥാർത്ഥ്യം മോദിക്കും സംഭവിക്കും. സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ നിന്ന് വീശുന്ന കാറ്റ് നാളെ രാജ്യമൊട്ടാകെ ഉയരും. ജനകീയ ചുഴലിക്കാറ്റിൽ മോദി നിബന്ധിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.